അഗത ക്രിസ്റ്റി സൃഷ്ടിച്ച ഡിറ്റക്റ്റീവ് കഥാപാത്രമാണ് ബെൽജിയംകാരനായ ഹെർക്യൂൾ പോയ്റോട്ട്. പോയ്റോട്ട് നായകനായ ദ കിങ് ഓഫ് ക്ലബ്സ് എന്ന കഥ 1923 പ്രസിദ്ധീകരിക്കപ്പെട്ടത്. മിസ്റ്റർ ഓഗ്ലാൻഡറും ഭാര്യയും ചെറുപ്പക്കാരായ മകനും മകളും രാത്രി ബ്രിഡ്ജ് കളിച്ചുകൊണ്ട് തങ്ങളുടെ സ്വീകരണ മുറിയിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഫ്രഞ്ച് ജനാല തുറന്ന് ഒരു സ്ത്രീ അകത്തേക്ക് വന്നു. അവളുടെ വസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നു. കൊലപാതകം എന്നവൾ പറഞ്ഞു. പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയും ചെയ്തു. ഓഗ്ലാൻഡറും മകനും ഉടനെ എഴുന്നേറ്റു. അവരിൽ ഒരാൾ ഡോക്ടറെ വിളിക്കാനും മറ്റേയാൾ പോലീസിൽ അറിയിക്കാനും പോയി. പോലീസ് വന്നു. ഓഗ്ലാൻഡറുടെ വീട്ടിൽ നിന്നും അധികം ദൂരത്തിലല്ലാത്ത മോർട്ട് ഡിസിർ എന്ന വലിയ വീടിന്റെ ഉടമസ്ഥൻ ഹെൻറി റീഡ്ബേൺ തന്റെ വീട്ടിൽ ലൈബ്രറിയിൽ മരിച്ചു കിടക്കുന്നതായി അവർ കണ്ടു. പിറ്റേന്ന് രാവിലെ മൗറേനിയയിലെ പോൾ രാജകുമാരൻ ഡിറ്റക്റ്റീവ് ഹെർക്യൂൾ പോയ്റോട്ടിനെ സന്ദർശിച്ചു. ഓഗ്ലാൻഡറുടെ ഭവനത്തിലേക്ക് ഓടിക്കയറിയ സ്ത്രീ വലേറി സെൻക്ലെയർ എന്ന പ്രശസ്ത നർത്തകിയാണെന്ന് അപ്പോഴേക്കും പരസ്യമായി കഴിഞ്ഞിരുന്നു. പോൾ രാജകുമാരൻ വലേറിയെ വിവാഹം കഴിക്കാനിരിക്കുകയാണ്. അവളുടെ പാരമ്പര്യമൊന്നും നോക്കിയിട്ടല്ല അയാൾ അവളെ ഇഷ്ടപ്പെട്ടത്. അവൾ തന്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചൊന്നും അയാളോട് പറഞ്ഞിട്ടുമില്ല. എന്നാലും അയാൾ വിശ്വസിക്കുന്നത് അവൾ റഷ്യയിലെ ഒരു പ്രഭു കുടുംബത്തിലെ അംഗമാണെന്നാണ്. അവളുടെ പെരുമാറ്റത്തിൽ ആ കുലീനത കാണാനുമുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വലേറിക്ക് ഹെൻറി റീഡ്ബേണിന്റെ കൊലപാതകത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് രാജകുമാരന് സംശയമുണ്ട്. ഹെൻറിക്ക് വലേറിയോട് പ്രണയമായിരുന്നു. അതയാൾ അവളോട് പറഞ്ഞിട്ടുമുണ്ട്. മറ്റൊന്നുകൂടിയുണ്ട്. സാറ എന്ന ഭാവി പ്രവചിക്കുന്ന ഒരു സ്ത്രീയെ കാണുവാൻ കഴിഞ്ഞയാഴ്ച രാജകുമാരൻ വലേറിക്കൊപ്പം പോയിരുന്നു. വലേറിക്ക് വേണ്ടി സാറ ഒരു ചീട്ടെടുത്തു. ക്ലാവർ കിങ്. ഒരു പുരുഷനെ വലേറി ഭയപ്പെടുന്നുണ്ടല്ലേ എന്ന് സാറ വലേറിയോട് ചോദിച്ചു. വലേറി സമ്മതിച്ചു. അവർ പോകാൻ നേരം സാറ ഒന്നുകൂടി പറഞ്ഞു, ക്ലാവർ കിങ്ങിനെ സൂക്ഷിക്കുക, അപകടം നിന്റെ മുമ്പിലുണ്ട്. ആരെക്കുറിച്ചാണ് സാറ പറഞ്ഞതെന്ന് രാജകുമാരൻ എത്ര ചോദിച്ചിട്ടും മറുപടി പറയാതെ വലേറി ഒഴിഞ്ഞുമാറി. ഇന്നലെ രാത്രി പെട്ടെന്നൊരു ദേഷ്യത്തിൽ അവൾ ഹെൻറിയെ കൊന്നതാകുമോ? എന്തായാലും സംഭവത്തിന്റെ സത്യാവസ്ഥ പോയ്റോട്ട് പുറത്തു കൊണ്ടുവരണം. വലേറിയെ രക്ഷിക്കണം. പോയ്റോട്ട് സമ്മതിച്ചു. തന്റെ സഹചരൻ ഹേസ്റ്റിങ്സിനൊത്ത് പോയ്റോട്ട് കൊല നടന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. സ്ട്രാതം എന്നാണ് സ്ഥലത്തിന്റെ പേര്. രാജകുമാരൻ വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നതിനാൽ കൊല നടന്ന വീടിനുള്ളിൽ പോയ്റോട്ടിനും ഹേസ്റ്റിങ്സിനും പ്രവേശനം ലഭിച്ചു. മൃതദേഹം കിടന്ന ലൈബ്രറി ആ വീടിന്റെ പുറകുവശം തൊട്ട് മുൻവശം വരെ നീണ്ടു കിടക്കുന്ന വലിയ ഒരു മുറിയാണ്. അവിടെ 2 ജനലുകളും വാതിലുകളുമുണ്ട്. ഒരു ജനാല പൂന്തോട്ടത്തിലേക്കും മറ്റേത് മുൻവശത്തേക്കുമാണ് തുറക്കുന്നത്. മൃതദേഹം പോലീസ് അവിടെ നിന്ന് മാറ്റിയിട്ട് അധിക നേരമായിട്ടില്ല. തലേന്ന് രാത്രി ഡിന്നറിന് ശേഷം തന്നെ ആരും ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് ഹെൻറി ലൈബ്രറിയിലേക്ക് പോയെന്ന് ഹെൻറിയുടെ ബട്ട്ലർ പോയ്റോട്ടിനോട് പറഞ്ഞു. രാത്രി ഒരു സ്ത്രീയുടെ ശബ്ദം ലൈബ്രറിയിൽ നിന്ന് ബട്ട്ലർ കേട്ടിരുന്നു. പിന്നീട് ജോലിക്കാരുടെ മുറിയിലേക്ക് ഉറങ്ങാൻ പോയ അയാൾ മറ്റു ശബ്ദമൊന്നും കേട്ടില്ല. 11 മണിക്ക് പോലീസ് വന്നപ്പോഴാണ് ഹെൻറി കൊല്ലപ്പെട്ടു എന്നറിഞ്ഞത്. പൂന്തോട്ടത്തിലേക്കുള്ള ജനലിനിപ്പുറമാണ് ഹെൻറി മരിച്ചു കിടന്നത്. അയാളുടെ കണ്ണുകൾക്ക് നടുവിൽ ഒരു പ്രഹരമേറ്റിട്ടുണ്ടെന്നും മരണകാരണം തലയുടെ പിൻഭാഗത്തേറ്റ ആഴത്തിലുള്ള മുറിവാണെന്നും ഡോക്ടർ പോയ്റോട്ടിനോട് പറഞ്ഞു. ഒരു സ്ത്രീക്ക് അത്രയും ആഴത്തിലുള്ള മുറിവേൽപ്പിക്കാൻ കഴിയില്ല. ലൈബ്രറിയിലെ മാർബിൾ കൊണ്ടുള്ള ജനാല സീറ്റിന് ഇരുവശവും സിംഹത്തലയുടെ രൂപമുണ്ട്. അതിലേക്ക് തലയിടിച്ച് വീണാണോ മരണമെന്ന് പോയ്റോട്ട് സംശയിച്ചു. പക്ഷേ മരിച്ചു കിടന്ന കോണളവ് അങ്ങനെയല്ല മരിച്ചതെന്ന് കാണിക്കുന്നുവെന്നും സിംഹത്തലയിൽ രക്തപ്പാടില്ല എന്നും ഡോക്ടർ പറഞ്ഞു. ഹെൻറിയുടെ വീടിനടുത്ത് മറ്റ് വീടുകൾ ഉണ്ടെങ്കിലും ലൈബ്രറിയുടെ ഈ ജനാലയിൽ നിന്ന് നേരെ കാണാൻ കഴിയുന്നത് ഓഗ്ലാൻഡറുടെ വീടാണ്. അതുകൊണ്ടാകണം കൊലപാതകം കണ്ടു ഭയന്ന് വലേറി ഹെൻറിയുടെ വീടിന്റെ പൂന്തോട്ടവും ഗേറ്റും പിന്നീട് ഓഗ്ലാൻഡറുടെ ഗേറ്റും പൂന്തോട്ടവും പിന്നിട്ട് നേരെ ഓഗ്ലാൻഡറുടെ സ്വീകരണ മുറിയിലേക്ക് ഓടിക്കയറിയത്. ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഓഗ്ലാൻഡറുടെ വീട്ടിൽ വിശ്രമത്തിലാണ് ഇപ്പോൾ വലേറി. നാളെയേ അവിടെ നിന്ന് പോകുന്നുള്ളൂ. പോയ്റോട്ട് ഓഗ്ലാൻഡറുടെ വീട്ടിലേക്ക് നടന്നു. ഓഗ്ലാൻഡറും മകനും അവിടെ ഉണ്ടായിരുന്നില്ല.
സ്വീകരണ മുറിയിൽ ഓഗ്ലാൻഡറുടെ കുടുംബ ഫോട്ടോ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും 2 പെൺമക്കളും ഒരു മകനും അടങ്ങുന്ന കുടുംബം. കുടുംബത്തിലെ പഴയ തലമുറയുടെ ഫോട്ടോകളും അവിടെ തൂക്കിയിട്ടിരുന്നു. പൊയ്റോട്ടിനെ ആദ്യം കണ്ടത് ഓഗ്ലാൻഡറുടെ മകളാണ്. തലേന്ന് രാത്രി നടന്ന കാര്യങ്ങൾ അവൾ ഓർത്തെടുത്ത് പറഞ്ഞു. ബ്രിഡ്ജ് കളിക്കുമ്പോൾ ജനാലയെ അഭിമുഖീകരിച്ചാണ് അവൾ ഇരുന്നിരുന്നത്. പെട്ടെന്ന് ജനാല തുറന്ന് വലേറി അകത്തേക്ക് ഓടി വരികയാണുണ്ടായത്. തുടർന്ന് പൊയ്റോട്ട് വലേറിയെ കണ്ടു. ഹേസ്റ്റിങ്സ് വലേറിയെയും ഓഗ്ലാൻഡറുടെ മകളെയും ശ്രദ്ധിച്ചു. 2 ചെറുപ്പക്കാരികൾ. നിറത്തിലോ രൂപഘടനയിലോ അധികം വ്യത്യാസമൊന്നുമില്ല. പക്ഷേ വലേറിയുടെ ഒരു നോട്ടത്തിൽ, ഭാവത്തിൽ എന്തൊരഴക്! അതൊന്നും ഓഗ്ലാൻഡറുടെ മകൾക്കില്ല. താനല്ല കൊല ചെയ്തതെന്ന് വലേറി പറഞ്ഞു. ഹെൻറിക്ക് തന്റെ ഒരു രഹസ്യം അറിയാമായിരുന്നു. അത് പുറത്തുവിടുമെന്ന് പറഞ്ഞ് അയാൾ തന്നെ ഭീഷണിപ്പെടുത്തി. അതേക്കുറിച്ച് സംസാരിക്കാൻ തലേന്നു രാത്രി തന്റെ വീട്ടിൽ വരണമെന്ന് അയാൾ അവളോട് പറഞ്ഞത് പ്രകാരം അവൾ അവിടെ ചെന്നു. അവൾ അയാൾക്ക് പണം വാഗ്ദാനം ചെയ്തു. പക്ഷേ ഹെൻറിക്ക് ആവശ്യം പണമായിരുന്നില്ല. അയാൾക്ക് അവളോടായിരുന്നു മോഹം. അവൾ വഴങ്ങിയില്ല. പെട്ടെന്ന് ജനൽ കർട്ടന് പിറകിൽ ഒരു ശബ്ദം കേട്ടു. ഹെൻറി ചെന്ന് നോക്കി. നാടോടിയെ പോലെ ഒരുവൻ അവിടെ നിൽക്കുന്നു. അയാൾ ഹെൻറിയുടെ നെറ്റിയിൽ 2 തവണ പ്രഹരിച്ചു. ഹെൻറി നിലത്ത് വീണു. നാടോടി തന്റെ ചോര പുരണ്ട കൈകൾ കൊണ്ട് വലേറിയെ പിടിച്ചു. അവൾ ഒരു വിധത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. ഈ വീട്ടിൽ ലൈറ്റ് കണ്ടപ്പോൾ ഇവിടേക്ക് ഓടിക്കയറി. ലൈബ്രറിയുടെ മറ്റേ ജനലിന്റെ കർട്ടൻ ഇട്ടിരുന്നോ എന്ന് പൊയ്റോട്ട് ചോദിച്ചു. ഇട്ടിരുന്നില്ല എന്ന് അവൾ പറഞ്ഞു. ഹെൻറിയോട് സംസാരിക്കാൻ പോകുമ്പോൾ വേറെ ആരെയെങ്കിലും കൂട്ടാത്തതെന്തേ എന്ന ചോദ്യത്തിന് അങ്ങനെ കൂടെ വരാൻ തനിക്കാരുമില്ല എന്ന് അവൾ ഒരു നിമിഷത്തിന് ശേഷം മറുപടി നൽകി. നിലത്ത് ഒരു ചെരുപ്പ് കണ്ട പൊയ്റോട്ട് അത് അവളുടേതാണോ എന്ന് ചോദിച്ചു. അതേ എന്നും ഇവിടുത്തെ ജോലിക്കാർ ഇന്ന് അത് വൃത്തിയാക്കിയെന്നും അവൾ പറഞ്ഞു. പൊയ്റോട്ടും ഹേസ്റ്റിങ്സും സ്വീകരണ മുറിയിലേക്ക് നടന്നു. ബ്രിഡ്ജ് മേശയിൽ ഇപ്പോഴും ചീട്ടുകൾ ചിതറിക്കിടക്കുന്നുണ്ട്. പൊയ്റോട്ട് വെറുതെ ചെന്ന് അതൊക്കെ നോക്കി. പെട്ടെന്നെന്തോ മനസ്സിലാക്കിയതുപോലെ അയാളുടെ മുഖം മാറി. പിന്നീട് അയാൾ ഓഗ്ലാൻഡറുടെ ഭാര്യയെ കണ്ടു. തലേന്ന് രാത്രി നല്ല നിലാവുണ്ടായിരുന്നില്ലേ? പുറത്ത് നടന്ന എന്തെങ്കിലും ശ്രദ്ധിക്കുകയുണ്ടായോ എന്ന് പൊയ്റോട്ട് ചോദിച്ചു. ജനലിനെ അഭിമുഖീകരിച്ചാണ് താൻ ഇരുന്നതെങ്കിലും ബ്രിഡ്ജ് കളിയിലുള്ള ശ്രദ്ധ കാരണം പുറത്തേക്കൊന്നും നോക്കിയില്ല എന്നവർ പറഞ്ഞു. വലേറിയുടെ ചെരുപ്പ് ആരും വൃത്തിയാക്കിയിട്ടില്ല എന്ന് ജോലിക്കാരിൽ നിന്ന് പൊയ്റോട്ട് മനസ്സിലാക്കി. അപ്പോൾ വലേറി പറഞ്ഞത് നുണയാണ്. മാത്രവുമല്ല, തലേന്ന് രാത്രി ഹെൻറിയുടെ വീട്ടിൽ നിന്നും ഓഗ്ലാൻഡറുടെ വീട്ടിലേക്കുള്ള ഓട്ടത്തിനിടയിൽ അവളുടെ ചെരുപ്പിൽ ചെളി പുരളേണ്ടതാണ്. അവളുടെ ചെരുപ്പിൽ ചെളി കണ്ടില്ല. പൊയ്റോട്ടും ഹേസ്റ്റിങ്സും വീണ്ടും ഹെൻറിയുടെ വീട്ടിലേക്ക് ചെന്നു. പൊയ്റോട്ട് ലൈബ്രറിയിൽ ചെന്ന് മുൻവശത്തേക്ക് തുറക്കുന്ന മറ്റേ ജനലിനടുത്ത് ചെന്ന് പരിശോധിച്ചു. അവിടുത്തെ ജനൽ സീറ്റിന് വശത്തെ സിംഹത്തലയിൽ രക്തം പറ്റിയ പാടുണ്ട്. നിലത്തും ഒരു പാട് കണ്ടു. ആരോ ഒരാൾ ഹെൻറിയെ തന്റെ മുഷ്ടി കൊണ്ട് ഇടിച്ചപ്പോഴുണ്ടായ ആഘാതത്തിൽ സിംഹത്തലയിലേക്ക് തലയിടിച്ച് വീണാണ് ഹെൻറി മരിച്ചത്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയല്ല പ്രഹരമേൽപ്പിച്ചത്. ആ ജനാലയ്ക്കിൽ നിന്ന് ഇപ്പുറത്തെ ജനാലയ്ക്കടുത്തേക്ക് മൃതദേഹം വലിച്ചു നീക്കുകയായിരുന്നു. മറ്റൊന്നുകൂടി പൊയ്റോട്ട് കണ്ടെത്തിയിരുന്നു. ഓഗ്ലാൻഡറുടെ വീട്ടിലെ ബ്രിഡ്ജ് മേശയിൽ ചിതറിക്കിടന്ന ചീട്ടുകളിൽ ക്ലാവർ കിങ് ഉണ്ടായിരുന്നില്ല. കവറിൽ നിന്ന് അത് പുറത്തെടുത്തിരുന്നില്ല. ഭാവി പ്രവചിക്കുന്ന സാറ പറഞ്ഞതുപോലെ തന്നെ നടന്നു. ക്ലാവർ കിങ്ങിനെ സൂക്ഷിക്കുക എന്നല്ലേ അവർ പറഞ്ഞത്? പൊയ്റോട്ട് ഒരിക്കൽ കൂടി ഓഗ്ലാൻഡറുടെ വീട്ടിലേക്ക് ചെന്നു. ഓഗ്ലാൻഡറുടെ ഭാര്യയെ കാണണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. ഒരമ്മയുടെ ഉത്കണ്ഠ അകറ്റാനാണ് താൻ വന്നതെന്ന് പൊയ്റോട്ട് മിസസ് ഓഗ്ലാൻഡറോട് പറഞ്ഞു. മകനോ അതോ ഭർത്താവോ? ഹെൻറിയെ കൊന്നത് ആരായാലും പിടിക്കപ്പെടില്ല. പൊയ്റോട്ട് പറഞ്ഞത് സത്യമാണെന്ന് അവൾ പറഞ്ഞു. അവരുടെ ഒരു മകൾ മരിച്ചുപോയോ എന്ന് പൊയ്റോട്ട് ചോദിച്ചു. ഒരു നിമിഷത്തിന് ശേഷം മരിച്ചു എന്നവർ മറുപടി നൽകി. തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുമ്പോൾ പൊയ്റോട്ട് ഹേസ്റ്റിങ്സിനോട് തന്റെ നിഗമനങ്ങൾ പങ്കുവച്ചു. വലേറി ഒറ്റയ്ക്കല്ല ഹെൻറിയെ കാണാൻ ചെന്നത്. കൂടെ ഓഗ്ലാൻഡറുടെ മകൻ ജോണും ഉണ്ടായിരുന്നു. ഹെൻറിയുടെ വാക്കുകളിൽ പ്രകോപിതനായ ജോൺ ഹെൻറിയെ പ്രഹരിച്ചു. സിംഹത്തലയിൽ തലയിടിച്ച് നിലത്ത് വീണ് ഹെൻറി മരിച്ചു. മൃതദേഹം വലിച്ച് പൂന്തോട്ടത്തിലേക്ക് തുറക്കുന്ന ജനാലക്കരികിൽ ജോൺ കൊണ്ടിട്ടു. എങ്കിൽ മാത്രമേ കൊലപാതകം കണ്ടു ഭയന്ന് താൻ അടുത്തുള്ള ഓഗ്ലാൻഡറുടെ വീട്ടിലേക്ക് ഓടിക്കയറി എന്ന് വലേറിക്ക് പറയാനാകൂ. മൃതദേഹം അപ്പുറത്തെ ജനാലയ്ക്കൽ തന്നെ ഇട്ടാൽ വലേറി എന്തിന് തൊട്ടടുത്തുള്ള വീടുകളിൽ പോകാതെ അവിടെ നിന്ന് നോക്കിയാൽ കാണാനാകാത്ത
ഓഗ്ലാൻഡറുടെ വീട്ടിലേക്ക് പോയി എന്ന് ചോദ്യമുയരാം. ഹെൻറി മരിച്ചുവെന്നറിഞ്ഞപ്പോൾ വലേറി യഥാർത്ഥത്തിൽ ബോധം കെട്ടുപോയിരുന്നു. അവളെ തോളിലേറ്റി ജോൺ ഓഗ്ലാൻഡറുടെ വീട്ടിലെത്തിക്കുകയായിരുന്നു. അതാണ് അവളുടെ ചെരുപ്പിൽ ചെളി കാണാത്തത്. ഇങ്ങനെ ചെയ്യുവാനുള്ള ആരോഗ്യം പരിഗണിച്ചാണ് അച്ഛനല്ല മകനാണ് ഇതു ചെയ്തത് എന്ന് പോയിറോട്ട് ഉറപ്പിച്ചത്. ഓഗ്ലാൻഡറുടെ വീട്ടിലെ കുടുംബ ഫോട്ടോയിൽ നിന്നും വലേറിക്ക് ഓഗ്ലാൻഡറുടെ മകളുമായുള്ള രൂപസാദൃശ്യത്തിൽ നിന്നും പോയിറോട്ട് വലേറി ഓഗ്ലാൻഡറുടെ മകൾ തന്നെയാണെന്ന് മനസ്സിലാക്കിയിരുന്നു. നർത്തകിയായ അവൾ കുടുംബത്തിനും തന്റെ കുടുംബം അവൾക്കും നാണക്കേടാണ്. അവർ തമ്മിൽ വർഷങ്ങളായി യാതൊരു ബന്ധവുമില്ല. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവൾ മരിച്ചു. എന്നാലും തനിക്കൊരു പ്രശ്നം വന്നപ്പോൾ വലേറി തന്റെ സഹോദരനെ സമീപിച്ചു. കുടുംബം ഒന്നടങ്കം അവൾക്കായി പൊരുതി. അവർ അഭിനയിച്ചു. ബ്രിഡ്ജ് കളിക്കാൻ 52 ചീട്ടുകൾ വേണമെന്നിരിക്കെ ക്ലാവർക്കിങ്ങിന്റെ ചീട്ട് കവറിൽ നിന്നും പുറത്തെടുക്കാതിരുന്നതിൽ നിന്നും തങ്ങൾ ബ്രിഡ്ജ് കളിക്കാനിരുന്ന ഇടത്തെക്കുറിച്ച് മിസസ് ഓഗ്ലാൻഡറുടെയും മകളുടെയും മൊഴികളിലെ വൈരുദ്ധ്യത്തിൽ നിന്നും അവർ ബ്രിഡ്ജ് കളിക്കുകയായിരുന്നുവെന്ന് നുണ പറഞ്ഞതാണെന്ന് പോയിറോട്ട് മനസ്സിലാക്കിയതോടെയാണ് ശരിയായ നിഗമനത്തിൽ അയാൾ എത്തിച്ചേർന്നത്. ഹെൻറിയുടെ മരണം അബദ്ധത്തിൽ സംഭവിച്ചതാണ്. അതിന്റെ രഹസ്യം പോയിറോട്ട് പോലീസിനെ അറിയിക്കില്ല.